ഞാൻ എൻ്റെ വണ്ടി പോളിഷ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ബുക്കേറിലാണ്. അവയ്ക്ക് ടാക്സി ബുക്ക് ചെയ്യുക, ലൊക്കേഷൻ പോവുക, ഇൻസ്പെക്ഷൻ ചെയ്യുക, എന്നിട്ട് വണ്ടി എടുക്കുക. ഇതാണ് ഇന്നത്തെ പരിപാടി. സമയം ഇപ്പോൾ വന്നിട്ട് 4:10. അപ്പോൾ ഞാനിപ്പോൾ പിന്നമ്പ്രാന്ന് ബൊക്കറ വരെ ബുക്കേറിലാണ്. ബുക്കേറിലാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ടാക്സി ബുക്ക് ചെയ്യണം. സംഭവം കിടക്കി നല്ല രീതിയെല്ലാം ചെയ്തു തന്നത്. പക്ഷെ ആകെയുള്ള ഇപ്പോഴത്തെ പ്രശ്നം അറിയാമോ, എൻ്റെ നേരത്തെ പെയിന്റ് ക്രാക്കുകളുണ്ട് അവിടെ ഇവിടെ ആയിട്ട്. പിന്നെ ഈ PGൻ്റെ വീണ ബേൺ മാർക്കിംഗ് ഉണ്ട് അതിൽ, അതിപ്പോൾ വിസിബിൾ ആയത്. അതാണ് ഇപ്പോൾ കിട്ടിയ ആകെയുള്ളൊരു പണിയെന്ന് പറയുന്നത്. അത് എത്ര പോളിഷാ പോകുന്നത്, കാരണം അത് ഡീപ്പായി അത് പെയിന്റിലോട്ട് ഇറങ്ങിയത്. അപ്പം ഞാൻ നേരെ പോകുന്നത് ഗരാഫയിലാണ്. ഞാൻ പോകുന്നത് ഇതിൻ്റെ ഈ വിൻഡോയുടെ ഒരു ബീഡിങ് ഉണ്ട്, ഇന്നർ ബീഡിങ്. അത് കുറേ നാളായിട്ട് അവൈലബിൾ അല്ലായിരുന്നു. അത് ഭയങ്കര പാടാണ് സംഭവം കിട്ടാൻ. പക്ഷെ ഇപ്പം ഗരാഫയിലുള്ള ഖത്തറി ഓട്ടോ പാർട്സിൽ ഇപ്പോൾ അത് അവൈലബിൾ ആണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച അൽഷാദിനെ കൊണ്ട് അവിടെ പോയ സമയത്ത് ഞാൻ എൻക്വയറി ചെയ്തിരുന്നു. അപ്പോൾ അവർ പറഞ്ഞാൽ അത് അവൈലബിൾ ആണെന്നാണ് പറഞ്ഞത്. സംഭവം ചൂടോട് പോയി മേടിക്കാം, കാരണം അത് അങ്ങനെ ഇങ്ങനെയൊന്നും കിട്ടത്തില്ല. ഇപ്പോൾ ജോഷു പറഞ്ഞു അവനും വേണമെന്ന് പറഞ്ഞാലാണ്. അപ്പോൾ അത് പോയിട്ട് സാധനം പോയിട്ട് പോകണം. ഓക്കെ. 7-2 ഫ്രണ്ട് ലെഫ്റ്റ് സൈഡ്, 7-3 റിയർ റൈറ്റ് സൈഡ്, 7-4 റിയർ ലെഫ്റ്റ് സൈഡ്. ഓക്കെ, ശരി. സോ ഇപ്പോൾ അത് മേടിച്ചു. 10 റിയാൽ കുറച്ച് വന്നു, 390-ന് 4 പീസ്. ഇപ്പം ജോഷയ്ക്ക് ഉള്ളത് മേടിച്ചാലും ഇപ്പോൾ നമ്മൾ തന്നെ മാറണമെങ്കിൽ, കാരണം പുറത്തുനിന്ന് മാറുവാണെങ്കിൽ മൂപ്പര് പറഞ്ഞത് ഒരു ഡോറിന് 50 റിയാൽ അവർ ചാർജ് ചെയ്യുന്നു. ഇതെന്താ സ്വർണ്ണമോ, ഇത് സ്വർണ്ണഖനനമാണോ ചെയ്യുന്നത്? തുടങ്ങുന്ന എല്ലാത്തിനും പൈസ ഇവിടെ. അറബികൾക്ക് നോട്ടൊന്നും കേട്ടോ, അവരത് പൈസ കൊടുത്തിട്ട് അല്ല ഹാബി വിവാറ എന്ന് പറഞ്ഞാൽ അവർ ചെയ്യും. പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റില്ല മക്കളെ അങ്ങനെയൊന്നും. സോ ഞാനിപ്പോൾ നേരെ വീട്ടിൽ പോവാണ്. വീട്ടിൽ പോയിട്ട് ഞാൻ തന്നെ ഒന്ന് ഒരു ഡോറിൻ്റെ ഒരു ഡോറിൻ്റെ സൈഡിലുള്ള കവറൊന്ന് ഊരി നോക്കി നോക്കാം, നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുമെന്നാണ് മൂപ്പര് പറഞ്ഞത്. അത് ഐ തിങ്ക് സോ ചെയ്യാൻ പറ്റുമെന്ന് തോന്നിക്കുന്നു. സോ ലെറ്റ്സ് ഗോ. ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം വണ്ടിയുടെ റിയർ ലെഫ്റ്റ് സൈഡിലെ ഡോറിൻ്റെ പാനലൂരി. അപ്പോൾ എനിക്ക് ഭയങ്കര ആവേശമായി, ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാമെന്ന്. അങ്ങനെ മറ്റുള്ള റിയറിലെ റൈറ്റ് സൈഡും ഫ്രണ്ടിലെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും തുറന്നു. പക്ഷെ എനിക്ക് പണി പാളിയത് ഡ്രൈവർ സൈഡിലെ ഡോർ പാനൽ തുറക്കുമ്പോൾ അതിൻ്റെ സ്ക്രിവറ്റ് പൊട്ടിപ്പോയി. സോ നാളെ പോയിട്ട് ആ സ്ക്രിവറ്റ് എനിക്ക് വാങ്ങിച്ചിട്ടുണ്ടോ. അതിന് അതിമനോഹരമായ ഒരു പണിയെടുത്ത് ക്ഷീണിച്ച് തിരിച്ചു വരും. നല്ല ഹ്യൂമിഡിറ്റിയാണ് പുറത്ത്. ഞാൻ എൻ്റെ ചെയ്ത ഡ്രൈവർ സൈഡിലെ ആ ഡോർ പാൻ തിരിച്ചിട്ടപ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു പ്ലാസ്റ്റിക് സ്ക്രിവറ്റ് പൊട്ടിപ്പോയപ്പോൾ നാളെ അതിനും പോയി ഒന്ന് വാങ്ങിക്കണത്. ജസ്റ്റ് അടിയിൽ മാത്രം ഇളക്കിയിട്ട് ചെറിയ വില വരത്തുള്ളൂ, 50 വില റിയാലിനകത്തുള്ള ഒരു. വളരെ നല്ലൊരു ദിവസമായിരുന്നു. കുറച്ച് പൈസയൊക്കെ പൊട്ടിച്ചു. ഇപ്പം ഇന്ന് ശാലിൻ്റെ വകയാണ് കുക്കിംഗ്. വാട്ട് ആർ യു കുക്കിംഗ് ശാലിൻ? എന്താ സോസേജ് എന്ന് പറയാൻ വേണ്ടി ഇത്ര മടി നമുക്ക്? മോനെ സൈക്കിൾ അപ്പുറത്ത് വെച്ചോട്ടെ മക്കളെ. ഓ വാവ്. സോ ഇന്നത്തെ ദിനം അങ്ങനെ തീർന്നു.
Thank you for watching my video. Have a great night. Bye. Good night. Wassalam, habibi.